അങ്ങനെ നമ്മുടെ അനന്തപുരിയിൽ വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുകയാണ്. നമ്മുടെ നയന അണിഞ്ഞൊരുങ്ങി അതിസുന്ദരിയായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആദർശാണെങ്കിലും ഉണ്ടല്ലോ ഉറക്കം എഴുന്നേറ്റിട്ടില്ല. അങ്ങനെ നയന വന്നിട്ട് ആദർശിനെ വിളിച്ചുണർത്തുകയാണ്. അപ്പോൾ ആദർശ് പറയണം, അയ്യോ നയനെ, ഞാൻ കുറച്ച് കിടന്ന് ഉറങ്ങിപ്പോയി, നീ അധിക നേരം ആയോ എഴുന്നേറ്റിട്ട്? ഇല്ല ആദർശേട്ടാ, ഇന്നലെ ഒരുപാട് ലേറ്റായില്ലേ ഉറങ്ങാനായിട്ട് കിടന്നത്, അതുകൊണ്ട് ഞാനും എഴുന്നേക്കാൻ ഒരുപാട് താമസിച്ചു. ഇനി അനി എഴുന്നേറ്റോ ഇല്ലയോ എന്ന് അറിയാൻ വയ്യ, ആദർശേട്ടൻ പോയൊന്ന് നോക്ക് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ആദർശ് പറയണം, ഞാൻ നോക്കാം നയനെ. അല്ല നന്ദു, അവൾ നല്ല സങ്കടത്തിലാണ്. കുഴപ്പമില്ല ആദർശേട്ടാ, എൻ്റെ അനിയത്തിയല്ലേ, അവൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ നയനെ, ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാം കൈവിട്ട് പോയല്ലോ. ആദ്യമേ എന്നോട് ഇത് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയേനെ. പക്ഷേ ഈ അവസാന നിമിഷത്തിൽ ഞാൻ എന്താടോ ചെയ്യേണ്ടത് എന്ന് പറയുകയാണ്. അപ്പം നയന പറയാണ്, സാരമില്ല ആദർശേട്ടാ, എൻ്റെ അനിയത്തിയല്ലേ, കുഴപ്പമില്ല. പിന്നെ ഇന്നൊരു വിവാഹം നടക്കുകയാണ് നമ്മുടെ അനിയുടേത്. വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ച് കഴിയുമ്പോൾ അനി പഴയ കാര്യങ്ങളെല്ലാം മറക്കും, അവന് നല്ലൊരു ജീവിതം കിട്ടും. അപ്പോൾ ആദർശ് പറയുകയാണ്, ഇല്ല നയനെ, എനിക്കതിലത്ര വിശ്വാസം പോരാ. ഒന്നാമത് പുരോഹിതൻ 2 വിവാഹമാണ് അനിയുടെ ജീവിതത്തിലേക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വാഴക്കല്യാണം നടത്തിയെന്ന് പറഞ്ഞിട്ടൊന്നും അതിനൊരു പരിഹാരമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല അനിയുടെ സ്വഭാവത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അവൻ്റെ മനസ്സിൽ ഒരാൾ കയറി പറ്റിയ അവരെ പെട്ടെന്നൊന്നും എടുത്തു കളയാൻ പറ്റത്തില്ല. പിന്നെ അനാമികയുടെ സ്വഭാവത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, എനിക്ക് അവളുടെ കാര്യത്തിൽ ഒട്ടും വിശ്വാസമില്ല. അപ്പോൾ നയന പറയണ, അല്ല ആദർശേട്ടാ, കുറച്ചൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അനാമിക അല്പസ്വല്പം എന്തെങ്കിലുമൊക്കെ കാട്ടിയാൽ നമ്മൾ മൈൻഡ് ചെയ്യാതെ കുറച്ച് അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ റെഡിയാവും എന്ന് പറയണം. അപ്പോൾ ആദർശമാണ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല നയനെ. അങ്ങനെ അന്യ കുടുംബത്തിൽ നിന്നും അനന്തപുരിയിലേക്ക് വരുന്ന പെൺകുട്ടികളെ ആരും അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവർ സ്വയം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം. ഇവിടെ മറ്റാരെ കൊണ്ടും ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. പരസ്പരം എല്ലാവരും സ്നേഹിച്ചും ബഹുമാനിച്ചുമാണ് നമ്മുടെ കുടുംബത്തിൽ ജീവിക്കുന്നത്. പിന്നെ വരുന്ന പെൺകുട്ടികൾക്ക് ഇവിടെ ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല. പിന്നീട് അവർ കാട്ടിക്കൂട്ടുന്നതൊക്കെ നമ്മൾ എന്തിനു അഡ്ജസ്റ്റ് ചെയ്യണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നിങ്ങനെ ആദർശ് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നയന പറയാണ്, പക്ഷേ ഇളയമ്മയുടെ കാര്യം ആദർശമായിട്ടും കണ്ടതല്ലേ ഇളയമ്മ പറയുന്നതും കേൾക്കുന്നതുമൊക്കെ. അതാണ് നയനെ എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഇളയമ്മയ്ക്ക് ഇത്രയൊക്കെ മാറാനായിട്ട് എങ്ങനെ പറ്റുന്നോ എന്തോ. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ ആദർശേട്ടാ. ആദർശേട്ടൻ വേഗം പോയിട്ട് അനിയെ റെഡിയാവാൻ പറ. ഇതിനെക്കുറിച്ചൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല, ഇതിലൊക്കെ ഒരു പങ്ക് നിനക്കും ഉണ്ട് നയനെ. അറിഞ്ഞ കാര്യങ്ങളൊക്കെ നീ എന്നോട് അപ്പം തന്നെ പറഞ്ഞിരുന്നെങ്കിൽ നന്ദു ഇങ്ങനെ സങ്കടപ്പെടേണ്ടി വരില്ലായിരുന്നു. നന്ദു മാത്രമല്ല, എൻ്റെ അനിയൻ, അവനും ഇത്രയേറെ ദുഃഖിക്കേണ്ടി വരില്ലായിരുന്നു എന്നിങ്ങനെ പറയുക. എന്നിട്ട് ആദർശ് നേരെ എഴുന്നേറ്റിട്ട് നമ്മുടെ അനിയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. അനിയാണെങ്കിൽ ഭയങ്കര ഉറക്കം. അങ്ങനെ നമ്മുടെ അനിയെ തട്ടി വിളിക്കുകയാണ് ആദർശ്. അപ്പോൾ ആദർശിനോട് അനി പറയണം, ഏട്ടാ എനിക്ക് കുറച്ച് സമയം കൂടി കിടന്ന് ഉറങ്ങണം. എന്താടാ നീ പറയുന്നത് ആദർശേ? അനി, നിൻ്റെ ജീവിതത്തിലെ നല്ലൊരു കാര്യം നടക്കാൻ പോവില്ലേ, എഴുന്നേക്ക് അവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനിയെ തട്ടി വിളിക്കുകയാണ് ആദർശ്. അങ്ങനെ എഴുന്നേറ്റ് ഇരിക്കുകയാണ്, മടി പിടിച്ചിരിക്കുകയാണ് അനി. എന്നിട്ട് പറയണേ, എനിക്ക് ഈ വിവാഹത്തോട് ഒരു താല്പര്യമില്ല ഏട്ടാ. എൻ്റെ അനി, എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു. ഇന്നലെ നീ എന്ത് വരവായി വന്നത് ഈ വീട്ടിലേക്ക്? നിനക്ക് വല്ല ബോധമുണ്ടോ? 4 കാലിലല്ലായിരുന്നോ? നിന്നെ ഇങ്ങനെയൊക്കെ കാണുമെന്ന് ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചതല്ല. ശരിക്കും മദ്യത്തിൻ്റെ മണം പോലും അലർജിയുള്ളവനല്ലായിരുന്നോ നീ? എന്നിട്ട് നീ എന്തൊക്കെയാണ് നീ കാണിച്ചു വെച്ചത്? നിൻ്റെ മനസ്സിലുള്ള കാര്യം നേരത്തെ കൂട്ടി എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നീ ആഗ്രഹിച്ച പെണ്ണിനെ തന്നെ നിനക്ക് സ്വന്തമാക്കാൻ പറ്റുമായിരുന്നല്ലോ. ഈ അവസാന നിമിഷത്തിൽ ഞാൻ എന്ത് ചെയ്യാനടാ? ഞാൻ നിസ്സഹായനാണ്. എന്നിട്ട് പോലും ഞാൻ ചെറിയമ്മയോട് എൻ്റെ അവസാന പോരാട്ടം എന്നുള്ള നിലയിൽ ചിലതൊക്കെ പറഞ്ഞു നോക്കി. എന്നിട്ട് ഒരു രക്ഷയില്ല. ചെറിയമ്മ ഇപ്പോൾ ഒന്നിനും സമ്മതിക്കത്തില്ല. ചെറിയമ്മ പറയുന്നത്, നീ നന്ദുവിനെ സ്വന്തമാക്കുവാണെങ്കിൽ ചെറിയമ്മ ആത്മഹത്യ ചെയ്യുമെന്നാണ്. എന്തായാലും ചെറിയമ്മയെ മരണത്തിൽ വിട്ടുകൊടുത്തിട്ട് നിനക്ക് നന്ദുവിനെ സ്വീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു കടമായിട്ട് തന്നെ കിടക്കും എന്നിങ്ങനെ പറയുകയാണ്. ആദ്യമേ നീ ഇതൊക്കെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നിനക്ക് രക്ഷപ്പെടാൻ പറ്റിയേനെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ അനി പറയുകയാണ്, അത് ഏട്ടാ, ഞാൻ എങ്ങനെ ഏട്ടാ അത് പറയുന്നത്? എന്താടാ നിനക്ക് പറഞ്ഞാൽ? ഞാനും നീയും തമ്മിൽ എന്തെങ്കിലും ഒളിച്ചു വെക്കുന്നതായിട്ട് നിനക്കറിയാമോ? നമ്മൾ തമ്മിൽ അത്ര ക്ലോസ് ആയിട്ടല്ലേ ഇരുന്നാടാ ഇടപെട്ടുകൊണ്ടിരുന്നത്. അബി എൻ്റെ മുന്നിൽ കുടിച്ചിട്ടൊക്കെ വരുമായിരുന്നു. പക്ഷേ നീ കുടിച്ച് ഞങ്ങൾ ആരും കണ്ടിട്ടേ ഇല്ല. നീയാണിപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. നിനക്ക് എന്തുകൊണ്ടാടാ എന്നോടെല്ലാം തുറന്നു പറയാൻ
പറ്റാഞ്ഞത്? അത് ഏട്ടാ, അതിന് ഏട്ടൻ എന്നെ മാത്രം കുറ്റപ്പെടുത്തല്ലേ. സത്യത്തിൽ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ഇവിടെ നയനയേട്ടത്തിയെ ഏട്ടന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഏട്ടനും നയനയേട്ടത്തിയും എപ്പോഴും നോക്കിയാലും വഴക്കുമായിരുന്നു. അതുപോലെ തന്നെയാണ് പിന്നെ അഭിയേട്ടൻ്റെയും അതുപോലെ നവ്യേട്ടത്തിയുടെയും കാര്യം. നിങ്ങളെല്ലാവരും തമ്മിൽ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ആയിരുന്നു ഇവിടെ. ആർക്കും ആരെയും കണ്ടുകൂടാത്ത ഒരവസ്ഥ. ആ ഒരു അവസ്ഥയിൽ ഞാൻ വന്നിട്ട് ഏട്ടനോട് നന്ദുവിനെ എനിക്ക് വിവാഹം കഴിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഏട്ടൻ തീർച്ചയായും അതിനെ എതിർക്കത്തേ ഉള്ളായിരുന്നു. ഇപ്പോഴാണെങ്കിൽ നയനേട്ടത്തെയും അതുപോലെ ഏട്ടനും നല്ല സ്നേഹത്തിലാണ്. ഇപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ പറഞ്ഞതുകൊണ്ടാണ് ഏട്ടൻ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ പറയുകയാണ് നമ്മുടെ അനി പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ആദർശ് പറയണം, ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, നീ എന്തായാലും പെട്ടെന്ന് റെഡിയാവാനി. ഇന്ന് നിൻ്റെ വിവാഹമാണ്, ഇതിന്ന് നടന്നേ പറ്റൂ. ഇത് നടന്നില്ലെങ്കിൽ ഒടുക്കം ഇതിൻ്റെ പഴി കേൾക്കേണ്ടത് നന്ദു ആയിരിക്കും. അതുമാത്രമല്ല, നിൻ്റെ അമ്മ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കും എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് നമ്മുടെ അനി. ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. പിന്നീട് അതുപോലെ തന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ നന്ദു, ഞാൻ എഴുതി വച്ചിരിക്കുകയാണ് നോട്ട്, കുറച്ചൊക്കെ മറന്നുപോയി. അങ്ങനെ നമ്മുടെ നന്ദു ഇങ്ങനെ മാറിയിരിക്കുകയാണ്. നന്ദു ഇങ്ങനെ സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വരികയാണ് നമ്മുടെ ജാനകി. അങ്ങോട്ടേക്ക് വരികയാണ്. ജാനകി വന്നിട്ട് ചോദിക്കുകയാണ്, നന്ദുവിനോട് ചോദിക്കുകയാണ്, നീ പോയില്ലേ ഇതുവരെ? ഞാൻ കരുതി നീ പോകുമെന്നാണ്. അല്ല, നിൻ്റെ മനസ്സിരിപ്പൊക്കെ എനിക്കറിയാം. അനിയുടെ മനസ്സ് എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കണം. അതിന് തന്നെയല്ലേ നീ ഇവിടെ തമ്പടിച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതൊക്കെ വെച്ചിട്ട് ഇന്നലെ തന്നെ നീ ഇവിടെ നിന്ന് പോവേണ്ടതല്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി പറയുകയാണ്. നന്ദുവിനാണെങ്കിൽ ആ വിഷമം തോന്നുകയാണ്. നന്ദു അങ്ങ് എഴുന്നേക്കാണ് ഇരിക്കുന്നിടത്ത് നിന്ന്. എന്നിട്ടാണ് പറയുന്നത്, എടി എന്താടി നീ മനസ്സിൽ വിചാരിച്ചത്? നിങ്ങൾക്ക് അനിയത്തിക്കും ചേട്ടത്തിക്കും എല്ലാവർക്കും കൂടി അനന്തപുരി അങ്ങ് ഭരിച്ച് കെട്ടാന്നോ? ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നിൻ്റെ ചേച്ചി ഉണ്ടല്ലോ, അവൾ പഠിച്ച കള്ളിയാണ്. ഇതിൻ്റെ മുഴുവനും മാസ്റ്റർ ബ്രെയിനേ നിൻ്റെ ചേച്ചി നയനയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ ചേച്ചിയെ മാത്രം ഒരിക്കലും കുറ്റം പറയരുത്. എൻ്റെ നയന ചേച്ചി വെറും പാവമാണ്. എൻ്റെ ചേച്ചി ആരും കുറ്റം പറയരുത്. നിൻ്റെ ചേച്ചിയെ കുറ്റം പറയരുതെന്ന്. എടി, ഈ അടുത്ത സമയം വരെ നിൻ്റെ ചേച്ചിയെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്തതേ ഞാൻ തന്നെയായിരുന്നു. ഞാൻ തന്നെ കുറ്റപ്പെടുത്തിയതേ എന്തിനാണെന്നറിയാമോ? നിൻ്റെ ചേച്ചി പെരുങ്കള്ളിയാണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ്. നിൻ്റെ അമ്മയുടെ കള്ളത്തരങ്ങളും എല്ലാം അവൾക്കാ കിട്ടിയിരിക്കുന്നത് നയനയ്ക്ക്. അതേസമയം നവ്യ ഉണ്ടല്ലോ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവൾ അത് അപ്പം പറഞ്ഞങ്ങ് കളയുന്നേ ഉള്ളൂ. പക്ഷേ നിൻ്റെ നയനയായിട്ട് തീരെ അത്രയും ഡേഞ്ചർ അല്ലടി അവൾ എന്നിങ്ങനെ പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ നന്ദുവിന് നല്ല വിഷമാവുകയാണ്. അപ്പോൾ നന്ദു പറയുകയാണ്, എൻ്റെ ചേച്ചി ഒന്നും പറയരുത്. ഞാനായിട്ട് അനിയുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. എല്ലാം അനിയുടെ തെറ്റിദ്ധാരണയായിരുന്നു. നീ കൂടുതൽ വിശദീകരിക്കുകയൊന്നും വേണ്ട. നിന്നെ എനിക്ക് നന്നായിട്ട് ഞാൻ നിന്നെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. നിൻ്റെ 2 ചേച്ചിമാരും അർഹതയില്ലാതിരുന്നിട്ട് കയറി പറ്റിയവരാണ് ഈ അനന്തപുരിയിലേക്ക്. ചേച്ചിമാരുടെ അനിയത്തിയല്ലേ നീ? നിന്നെ എങ്ങനെയെങ്കിലും ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവരാമെന്നേ നിൻ്റെ ചേച്ചിമാർ നോക്കത്തുള്ളൂ. പിന്നെ അനാമിക മോളുണ്ടല്ലോ, അവൾ എൻ്റെ ഹൃദയം കീഴടക്കിയവളാണ്. അവളാണ് ഈ കുടുംബത്തിലെ മരുമകൾ. അത് നിൻ്റെ ചേച്ചിയുടെ അമ്മായിയമ്മ എപ്പോഴും പറയുന്നുമുണ്ട്, ആദ്യമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ കയറി വരുന്ന മരുമകൾ അനാമികയാണെന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ടേ നീ ഇനി ഇവിടെ ഇങ്ങനെ തമ്പടിച്ച് നിൽക്കേണ്ട കാര്യമല്ല. ഒരിത്തിരിയെങ്കിലും നാണവും മാനവും ഉളുപ്പും ഉണ്ടെങ്കിൽ ഇറങ്ങി പോടി ഇവിടെ നിന്ന്. നിൻ്റെ മുഖം കാണുന്നത് അനാമികയ്ക്ക് ഇഷ്ടമല്ല. പിന്നെ വലിഞ്ഞു കയറി വരാതിരിക്കുക, അതാ നിനക്ക് നല്ലത്. പിന്നെ നിൻ്റെ 2 ചേച്ചിമാർ ഇവിടെ കിടക്കുകയല്ലേ, അതുകൊണ്ട് നിന്നെ ഇറക്കി വിടാനൊന്നും എനിക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇത്തിരിയെങ്കിലും നാണോ മാനോ നിനക്കൊക്കെ ഇല്ല. അതുകൊണ്ട് ഇനി എത്രയൊക്കെ അധിക്ഷേപിച്ചാലും നീ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കേ ഉള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞിട്ട് ജാനകി കയറി പോവുകയാണ്. നന്ദുവിന് നല്ല സങ്കടമാവുകയാണ്. നന്ദു ഇങ്ങനെ നിന്ന് കരയുകയാണ്. അപ്പോൾ നന്ദു ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ മാറി നിന്ന് കരയുകയാണ്. അതേ സമയത്ത് നമ്മുടെ പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നവ്യ അണിഞ്ഞൊരുങ്ങുകയാണ്. നവ്യ അടിപൊളിയായിട്ട് സുന്ദരി എന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് നമ്മുടെ നവ്യ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ജലജയും അബിയും കൂടി വരികയാണ്. അപ്പോൾ അവരെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ ജലജ പറയണേ, മതി, എന്തിനാ നീ ഇങ്ങനെ ചമഞ്ഞൊരുങ്ങുന്നത്? നല്ല വഴിയൊന്നും കയറി വന്നവളല്ലല്ലോ നീ
എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ നവ്യ പറയണേ, അതെ നിങ്ങളും കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഞാനും എൻ്റെ അനിയത്തി ഉണ്ടല്ലോ ഈ കുടുംബത്തിലേക്ക് വന്നതേ ഇവിടുത്തെ മരുമക്കളായിട്ടാണ് വന്നത്. അതേസമയം നിങ്ങൾക്ക് ഇവിടെ എന്താ വില? നിങ്ങൾ ഈ വീട്ടിലെ നിങ്ങളുടെ ചരിത്രമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പേരിനൊരു അഡ്രസ്സ് പോലും ഇല്ലാത്ത നിങ്ങൾ എന്തിനാണ് എന്നോട് സംസാരിക്കുന്നത്? അതെ കൂടുതലൊന്നും പറയണ്ട, എൻ്റെ സാരിയുടെ പ്ലീറ്റ് അങ്ങോട്ട് എടുക്ക് എന്നിങ്ങനെ പറയുകയാണ്. എടാ അഭി, നീ നിൻ്റെ അമ്മയും കൂടി ചേർന്ന് എൻ്റെ സാരിയുടെ താഴ്ഭാഗത്തെ പ്ലീറ്റ് എടുക്കാൻ പറയുകയാണ്. അപ്പോൾ അഭി ചോദിക്കണം, ഞാനോ? അതെ, നീ എന്താ പ്ലീറ്റ് എടുത്താൽ പ്ലീറ്റ് ഇറങ്ങി ഓടിക്കളയോ? എനിക്കതൊന്നും അറിയില്ലെങ്കിലേ ചെയ്ത് തന്നെ ശീലിക്കുന്നത്. അപ്പോൾ ഉടനെ ജലജ പറയണം, വേണ്ട ഞാൻ എടുത്ത് തരാം എന്ന് പറഞ്ഞിട്ട് ജലജ നമ്മുടെ നവ്യയുടെ സാരിയുടെ പ്ലീറ്റ് എടുക്കുകയാണ്. മുട്ടുകുത്തി ഇരുന്നിട്ട് തറയിലിരുന്നിട്ട് പ്ലീറ്റ് എടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നവ്യ പറയണം, അതെ ഇതൊരു കല്യാണ വീടാണ്. പിന്നെ ഈ വീട്ടിലുള്ള കെട്ടിലമ്മമാരുണ്ടല്ലോ, ആളുകളെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മളെ കുത്തി പറയാതിരിക്കില്ല. അത് അവർക്ക് അസ്ഥിയിൽ പിടിച്ചുപോയ ഒരു കാര്യമാണ്. പക്ഷെ അവർ പറയുമ്പോഴുണ്ടല്ലോ അവർക്കൊപ്പം നിന്ന് റാൻ മൂളാനായിട്ട് നിങ്ങൾ നിൽക്കേണ്ട, മനസ്സിലായോ? അങ്ങനെ പറയാനായിട്ട് നിന്നാലുണ്ടല്ലോ നിങ്ങൾ അത്രയും ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ നാണം കെടും. പിന്നെ ഇന്ന് ഇവിടേക്ക് വരുന്നതേ ഏതോ ഒരു കൊമ്പത്തെ ഒരുത്തിയല്ലേ കൊണ്ടുവരാനായിട്ട് പോകുന്നത്. പിന്നെ ഏത് കൊമ്പത്തുള്ളവളാണെങ്കിലും ഉണ്ടല്ലോ എന്നോട് ഇങ്ങോട്ട് ഭരിക്കാനായിട്ട് വന്നാലുണ്ടല്ലോ താറ്റിയെടുത്ത് ഞാൻ ദൂരെ എറിയും. പറഞ്ഞേക്കാം, നവ്യയെ ഭരിക്കാൻ ആരും വരണ്ട. എന്നെ ഭരിക്കാൻ വരുന്നവർക്ക് തക്ക മറുപടി കൊടുക്കാൻ എനിക്കറിയാം. ഞാനേ നയനയല്ല, ആ ഒരു ഓർമ്മ വേണം എല്ലാവർക്കും എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ തന്നെ ജലജ അഭിയോട് പറയണേ, എടാ ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവൂല എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ അഭി പറയണേ, നിനക്ക് എന്താടി നിനക്ക്? എടാ നീ എന്നോട് കൂടുതലൊന്നും പറയണ്ട, നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. നിന്നെ വിശ്വസിച്ചു എന്നുള്ള ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തോളൂ. അമ്മയും മോനും ഏത് നേരവും പറയുമല്ലോ ഞാനും എൻ്റെ അനിയത്തി ഇവിടേക്ക് അതിക്രമിച്ച് കടന്നു വന്നു എന്ന്. ഇതിനെല്ലാത്തിനും കാരണക്കാരൻ നീയാടാ. നീ കാരണമാണ് ഞാൻ ഈ കുടുംബത്തിലേക്ക് എത്തിയത്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നീ എൻ്റെ ഈ സൗന്ദര്യം കണ്ടിട്ടല്ലേ നീ എന്നെ സ്നേഹിച്ചത്? അവളെ ഒരു സൗന്ദര്യം. അതേടാ, നീ എൻ്റെ സൗന്ദര്യം കണ്ടിട്ട് എന്നെ സ്നേഹിച്ചത്. എന്നിട്ട് നീ ഇപ്പോൾ എന്നിൽ നിന്ന് മാറിയല്ലേ സഞ്ചരിക്കുന്നത്. പിന്നെ നിൻ്റെ ഏട്ടൻ ആദർശ് ഏട്ടൻ ശരിക്കും എൻ്റെ സൗന്ദര്യം കണ്ടിട്ടല്ലേ എന്നെ വിവാഹം കഴിക്കാനായിട്ട് താല്പര്യം കാണിച്ചത്. എടാ അണിഞ്ഞൊരുങ്ങി നിന്നാലുണ്ടല്ലോ ഈ കുടുംബത്തിലേക്ക് വരുന്ന അനാമികയൊന്നും എൻ്റെ വെട്ടത്ത് വരത്തില്ല. അതുകൊണ്ട് തന്നെ അവളെ എന്ന് ഞാൻ മൈൻഡ് ചെയ്യുന്ന പ്രശ്നമേ ഇല്ല എന്നും പറഞ്ഞിട്ട് നിൽക്കണം നമ്മുടെ നവ്യ. അതേ സമയത്ത് നമ്മുടെ നന്ദുവും അനിയും കൂടി ചേർന്നിട്ട് നന്ദുവും ഫ്രണ്ട്സും കൂടി ചേർന്നിട്ട് നമ്മുടെ അനിയെ അണിയിച്ചൊരുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ജാനകി അങ്ങോട്ടേക്ക് വരികയാണ്. ജാനകി വന്നിട്ടാണ്, ഇവളെന്താ ഇവിടെ പറ്റിച്ചേർന്ന് നിൽക്കുന്നത്? എടി നീ എന്തിനാടി എൻ്റെ മകനെ പറ്റിച്ചേർന്ന് നിൽക്കുന്നത്? നിനക്ക് എന്താ ഇവിടെ കാര്യം? എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലല്ലേ? ഇറങ്ങിപ്പോടി ഇതിനകത്ത് നിന്ന്. അപ്പോൾ ഉടനെ അനി ചോദിക്കണേ, എന്താ അമ്മ എന്തൊക്കെയാ ഇങ്ങനെ നന്ദുവിനെ പറയുന്നത്? എന്താടാ അവളെ പറഞ്ഞാൽ എന്താ? നിനക്കെന്താ അങ്ങ് പൊള്ളിപ്പോയോ? എൻ്റെ അനാമിക മോള ഈ വീട്ടിലേക്ക് അല്പസമയം കഴിയുമ്പോൾ വലതുകാല് വെച്ച് വരുന്നത്. അവൾക്ക് ഇഷ്ടമല്ല ഇവളെ. അതുകൊണ്ട് അവൾക്ക് ഇഷ്ടമല്ലാത്തത് ആരും ഇവിടെ വേണ്ട. ഇറങ്ങിപ്പോടി എന്ന് പറയണം. അപ്പോൾ ഉടനെ തന്നെ നന്ദു കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ ജാനകി ഇറങ്ങി പോവുകയാണ്. അപ്പോൾ നമ്മുടെ അനിയുടെ കൂട്ടുകാർ അനിയോട് പറയണേ, എടാ നിൻ്റെ അമ്മ ഞങ്ങളെ എന്ത് വേണേലും പറഞ്ഞോട്ടെ, നന്ദുവിന് എന്തിനാടാ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കുന്നത്? അതിനുവേണ്ടി അവൾ എന്ത് തെറ്റാ ചെയ്തത്? അപ്പോൾ ഉടനെ അനി പറയണം, എനിക്ക് എന്ത് ചെയ്യാനൊക്കും? എല്ലാവരും കൂടി നന്ദുവിനെ വിഷമിപ്പിക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് ഈ വിവാഹമേ വേണ്ടാന്ന് തോന്നുക, എവിടെയെങ്കിലും ഇറങ്ങി പോകാൻ തോന്നുക എന്നൊക്കെ പറഞ്ഞിട്ട് അനി നിൽക്കുകയാണ്. നമ്മുടെ നേരെ അങ്ങോട്ടേക്ക്, അതായത് നമ്മുടെ നയന അണിഞ്ഞൊരുങ്ങുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് വരികയാണ് നമ്മുടെ നന്ദു. അങ്ങോട്ടേക്ക് വരികയാണ്. നന്ദു കരഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പോൾ നയന കാര്യം തിരക്കുമ്പോഴത്തേക്ക് കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇങ്ങനെ ജാനകി വന്നിട്ട് വഴക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുകയാണ് നമ്മുടെ നന്ദു പറയുമ്പോഴത്തേക്ക് നമ്മുടെ നയന ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ നന്ദുവിനെ. അപ്പോൾ നന്ദു നമ്മുടെ നയനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ആദർശ് വരികയാണ്. ആദർശ് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദു പറയണ, ആദർശേട്ടാ എന്നെ വഴക്ക് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് പറയുമ്പോൾ ആദർശ് വന്നിട്ട് നന്ദുവിനെ സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് പറയണം, മോളെ കരയണ്ട, നിനക്ക് നിൻ്റെ എന്ത് സങ്കടം ഉണ്ടെങ്കിലും നിനക്ക് എന്നോട് പറയാം. നിൻ്റെ സ്വന്തം കൂടെ പറന്ന ഏട്ടനായിട്ട് ഞാനുണ്ട് നിനക്ക്. നീ എന്നെ ചേട്ടനായിട്ടല്ല കാണേണ്ടത്, നീ നിൻ്റെ സ്വന്തം കൂടപ്പുറപ്പായിട്ട് വേണം കാണേണ്ടത്. നീ എനിക്ക് അന്യയല്ല, നീ എൻ്റെ സ്വന്തം കൂടെ പറന്ന അനിയത്തിയാണ്. നിനക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും അത് എന്നോട് പറയണം എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ
എന്നിട്ട് നമ്മുടെ ആദർശ് ഇങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുമ്പോഴത്തേക്ക് നന്ദു കരഞ്ഞുകൊണ്ടങ്ങ് പോവുകയാണ്. നന്ദു പോകുമ്പോഴത്തേക്ക് ആ സമയത്തിന് നമ്മുടെ ആദർശിനോട് നയന പറയുകയാണ്, ആദർശേട്ടാ എന്ത് ചെയ്യാനൊക്കും, ഇപ്പോഴും ചെറിയമ്മ വന്നിട്ട് നന്ദുവിനെ വഴക്ക് പറഞ്ഞു എന്നിങ്ങനെ പറയണം. ചെറിയമ്മ വന്നിട്ട് ഇപ്പോഴും നന്ദുവിനെ വഴക്ക് പറഞ്ഞു, അതവൾക്ക് നല്ല വിഷമമായി, കാരണം അനിയെ തട്ടിയെടുക്കാനാണ് അവൾ ഇപ്പോഴും നടക്കുന്നതെന്നുള്ള രീതിയിലൊക്കെയാണ് ചെറിയമ്മ പറയുന്നത് എന്നിങ്ങനെ പറയണം. അപ്പോൾ ആദർശ് പറയുന്നത്, ചെറിയമ്മ ഇങ്ങനെ മാറിപ്പോകുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്, അവസാനം വരെ എല്ലാം മൂടി വെച്ചതിൻ്റെ പ്രശ്നമാണ്, എന്തായാലും നീ നന്ദുവിനൊരു വിഷമം ഉണ്ടാവാതെ നീ നോക്കിക്കൊള്ളണം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നയന പറയാണ്, ശരി ആദർശേട്ടാ, നീ എന്തായാലും നന്ദു വിഷമിച്ച് പോയില്ലേ, നന്ദുവിൻ്റെ അടുത്തേക്ക് ചെല്ല് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ നയന ചെല്ലുകയാണ്. നന്ദുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് നന്ദുവിനോട് പറയുകയാണ്, കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് നന്ദു പറയുകയാണ്, ചേച്ചി എനിക്കിവിടെ കല്യാണത്തിന് നിൽക്കണമെന്ന് പോലും ഇല്ല ചേച്ചി എന്നിങ്ങനെ പറയുമ്പോൾ, മോൾ എന്തായാലും പോവല്ലേ, മോൾ ഇവിടെ തന്നെ വേണം, കാരണം അല്ലെങ്കിൽ മറ്റുള്ളവർ മോളെ അന്വേഷിക്കും, അറിയാത്ത ആളുകളെ കൂടി ഒന്നും അറിയിക്കണ്ട. പിന്നീട് മോൾക്ക് കല്യാണത്തിന് എടുക്കാനായിട്ട് അനി ഒരു സാരി മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ സാരിയും ചുറ്റി വേണം വരാനായിട്ട്. വേണ്ട ചേച്ചി, അതൊന്നും എനിക്ക് വേണ്ട, അങ്ങനെയൊന്നും പറയല്ലേ മോളെ എന്നും പറഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ ആദർശ് അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ആദർശ് നന്ദുവിനോട് പറയണേ, അതേ നന്ദു, നമുക്ക് എല്ലാവർക്കും അനിയൻ്റേതായിട്ടുള്ള ഇഷ്ടത്തിന് ഡ്രസ്സ് മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു, ആ കൂട്ടത്തിൽ നിനക്കും മേടിച്ച് തന്നു, മോൾ എന്തായാലും അത് കൊടുത്തിട്ട് തന്നെ വരണം എന്നിങ്ങനെ ആദർശ് പറയുകയാണ്. അങ്ങനെ നന്ദു ഇങ്ങനെ നിൽക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് കഴിയുകയാണ്. എന്തായാലും നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു, നല്ല സൂപ്പർ എപ്പിസോഡായിരുന്നു. എല്ലാവരുടെയും കോസ്റ്റ്യൂംസ് അടിപൊളി പറയാതിരിക്കാൻ നിവൃത്തിയില്ല. എന്തായാലും ഇനി നാളെ ഇല്ല, ഞായറാഴ്ച ഇല്ല, ഇനി തിങ്കളാഴ്ച കാണാം. ഇനി എന്തൊക്കെ എങ്ങനെയൊക്കെ ആയിത്തീരും എന്നുള്ള കാര്യം ഞാൻ പെട്ടെന്നങ്ങ് പറഞ്ഞു നിർത്തിയതാണ്, കാരണം ഭയങ്കര ഇടി, ഒടുക്കത്തെ ഇടി. എൻ്റെ ഫോൺ അടിച്ചു പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ വീഡിയോ അങ്ങ് നിർത്തുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടമുള്ളവരെല്ലാം ലൈക്ക് ചെയ്തേക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കണം. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.